ആദ്യം വന്നേ? ഏറ്റവും ഇഷ്ടമുള്ളവര് വന്നേ? ഇനി തീരെ ഇഷ്ടമില്ലാതൊരു വന്നേ. അവരെ ഞാൻ മുന്നിലിരുന്നുണ്ട്. ഏറ്റവും ചെറിയ കുട്ടിയതാ? ഏറ്റവും ചെറിയ ഹൃദയമുള്ള ആരാ? ഏറ്റവും ചെറിയ ഹൃദയമുള്ളത് ആരാ? ഞങ്ങൾക്ക് ആർക്കാ ഏറ്റവും ചെറിയ ഹൃദയമുള്ളത്? ചെറിയ കുട്ടികളുണ്ട്. ഏറ്റവും ചെറിയ കുട്ടിയതാ അവിടെ പടം കാണാൻ വന്നത്? ഉണ്ടാ? അവനോ? 3 വയസ്സ്, 2 വയസ്സ്, 2 വയസ്സുള്ള കുട്ടികള്, 1 വയസ്സ്. പിള്ളേരൊക്കെ അപ്പുറത്തോ? ഓക്കെ. ഞങ്ങളുടെ ലിറ്റിൽ ഹാർട്ട് സിനിമയുടെ സെക്കൻഡ് വീക്ക് സക്സസ്ഫുള്ളി രണ്ടാമത്തെ ആഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ നന്നായിട്ട് ഇപ്പോൾ തിയേറ്റേഴ്സൊക്കെ നല്ല രീതിയിൽ തിയേറ്റേഴ്സ് നമ്പർ ഓഫ് ഷോസ് കൂടിയിട്ടുണ്ട്. കാര്യം ഈ ആഴ്ച ഞങ്ങൾക്കൊരു കാര്യം നല്ല റിപ്പോർട്ട്സ് എല്ലായിടത്തും ഉണ്ടായിരുന്നിട്ട് പോലും ഈ സെക്കൻഡ് വീക്ക് നമുക്ക് കുറച്ച് തിയേറ്റേഴ്സൊക്കെ നമ്പർ ഓഫ് ഷോസൊക്കെ കുറഞ്ഞിരുന്നു. പക്ഷേ സുരേഷ് ഗോപി സാറ്, ദിലീപ് ഏട്ടൻ, അങ്ങനെ കുറേ പേര് ഇടപെട്ട് നമുക്ക് കുറച്ച് നല്ല ഷോസ് കയറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 3 crores മൂവി കളക്ട് ചെയ്തു. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു സെലിബ്രേഷനും കൂടെയാണ് ഇന്ന് ഞങ്ങളിവിടെ. അതെ, ഫാമിലി ഓഡിയൻസ് ഒരുപാട് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, അതാണ് പ്രശ്നം. അപ്പം നമുക്ക് കൂടുതൽ ഷോസും ഇപ്പം കിട്ടിയേക്കുന്നതെല്ലാം പകലാണ്. 10, 11 മണി, 12 മണി ഷോസ്. അതിൽ പോലും നിറച്ച് ഫാമിലി ഓഡിയൻസ് വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നൈറ്റ് ഷോസ് ഇനി കൂടുതൽ തിയേറ്റേഴ്സ് സഹകരിച്ച് നൈറ്റ് ഷോസ് കൂടി തന്നു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമയെ വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും, അല്ലേ? ഇത് ഡയറക്ടറാണ് എബി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു സിനിമയുടെ 2ാം വാരത്തിൽ ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ സക്സസ് സെലിബ്രേഷനിൽ ഇവിടെ വരാൻ പറ്റിയതിൽ. അപ്പോൾ അതെ, നമ്മുടെ അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ സിനിമയ്ക്ക് ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിൽ നല്ല അഭിപ്രായമുണ്ട്. തിയേറ്ററിൽ ചിരി ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ ഈ ഷോയ്ക്ക് കയറിയപ്പോഴും ക്ലൈമാക്സിൽ ഉൾപ്പെടെ നല്ല ചിരിയുണ്ട്. അല്ല, നമ്മൾ വിചാരിച്ചിരുന്നു. നമ്മൾ വിചാരിച്ചതിലധികം ചിരി ഉണ്ടായിരുന്നു. ചിരി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ കൂടുതൽ ചിരി നമുക്ക് തിയേറ്ററിൽ ഓഡിയൻസിന്റെ കിട്ടും. അതെ അതെ അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ഷോസ്, അതായത് നമ്മുടെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിനെ പ്രതീക്ഷിച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ വെച്ചിട്ട് നമ്മൾ അന്ന് അതാനം ഒരുക്കിയെടുത്തു. ഇംഗ്ലീഷ് വേർഡുകൾ പറയാൻ പറ്റില്ല, അതിപ്പോൾ പറയണ്ട. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ കയറേണ്ടത് ഫാമിലി ഓഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പല ഷോകളും രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ആയിട്ടാണ് ഷോകൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അത് ഓഡിയൻസിൻ്റെ അഭിപ്രായവും റിപ്പോർട്ട്സും വന്നതിന് ശേഷം, ഒരുപാട് ഇടപെടലുകൾ വന്നതിന് ശേഷം നമുക്കത് ഹെൽപ്ഫുള്ളായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുന്ന ഓഡിയൻസിൻ്റെ എല്ലായിടത്തും നല്ല റിപ്പോർട്ട്സാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇങ്ങനെ ഒരു വിജയമാക്കി തന്നതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു സോ മച്ച്. നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട പടങ്ങൾ. സാധാരണ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല പടം. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ തിയേറ്ററിൽ വരുമ്പോൾ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ സന്തോഷത്തിലാണ് ഇറങ്ങിപ്പോകണം. അങ്ങനെ ഒരു പടം നല്ല രീതിയിൽ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആളുകളെ എൻജോയ് ചെയ്യിപ്പിക്കാത്തൊരു പടത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ഇങ്ങനെ വരുവാടാ. നമുക്ക് അടിയിട്ടില്ലേ? എങ്ങനെയാ പടം ഇഷ്ടപ്പെട്ടില്ലേ? എത്രാമത്തെ പ്രാവശ്യം കാണണം? മലയാളം അറിയില്ലേ? എത്രാമത്തെ വട്ട കാണണം? അതന്നെ ചോദിച്ചു. മലയാളം അറിയില്ലേ? How many times you watch this movie? I want to watch. I want to watch. How many times you watched? One time. നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പേരാണല്ലോ ആക്ച്വലി നദാൻ. പക്ഷെ നമ്മള് നദാനും ഞാനും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഇംഗ്ലീഷ് പുള്ളി പറയും, ഞാൻ മലയാളം പറയും. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് ഞാൻ പറയുന്നുള്ളൂ. അത് പുള്ളിക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ സ്ലാങ്, അവരും പുള്ളി പറയണത് എനിക്ക് മനസ്സിലാവും. അവരുടെ സ്ലാങ് നമുക്ക് മനസ്സിലാവും. പുള്ളി ശരിക്കും ചെയ്യുന്ന കേട്ടോ.
UK. പിന്നെ നതാനും അറിയില്ലായിരുന്നു ഇതായിരുന്നു ക്യാരക്ടർ. ഇവിടെ പുള്ളി വിചാരിച്ചു ഷാരോണിനെ കെട്ടാൻ വേണ്ടി വന്നതാണ്. ഷാരോൺ ആണാണെന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ. പുള്ളി വിചാരിച്ചപ്പോ ഷാരോൺ പൂവേ ഷാരോൺ കേട്ട പെട്ടെന്ന് പെണ്ണാൻ ചെയ്തു. അത് അനഘയാണെന്ന് വിചാരിച്ചു പുള്ളി. വീഡിയോയിൽ കാണിച്ച പെൺകുട്ടി എവിടെയാന്ന് ചോദിച്ചു. പടത്തിൽ ഇതുവരെ വന്നില്ല. അപ്പൊ അതായിരിക്കും ഷാരോൺ. നോക്കുമ്പോ ഷാരോൺ മീശ വെച്ചിട്ടല്ലേ വന്ന്. ആരാ ഷാരോൺ? ഷാരോൺ ആരാ? എനിക്കും അറിയില്ല. നിങ്ങളിപ്പോ എന്താണ് കണ്ടുകൊണ്ടിരിക്കണത്? എത്ര വട്ടം കണ്ടു പടം? ഒരു വട്ടമാണോ നീ കണ്ടത്? ബാക്കിയുള്ള സമയത്തൊക്കെ എന്തായിരുന്നു? അപ്പൊ നദാൻ വരുമോ? അപ്പോ വന്നാ ഒന്ന് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് പുറത്തുള്ള ഒരാളെ പ്രേമിക്കണേ. അല്ലേ? പ്രേമിക്കണത് ആദ്യമായിട്ടാണോ? അല്ലല്ല, പടത്തിലല്ലേ ചോദിക്കുന്നേ? പടത്തില് അതല്ലേ പറഞ്ഞു. അല്ല, മമ്മൂക്കാന്റെ കൂടെ ചെയ്തു നൻപകൽ നേരത്തെ മയക്കം. അതിനകത്ത് അങ്ങനെ അതും പ്രേമം തന്നെ ആണല്ലോ. റൊമാൻസ് ചെയ്യാൻ റൊമാൻസ് എന്നല്ല, ഏറ്റവും ബുദ്ധിമുട്ടല്ലേ? അല്ല, ആ കൂടെ ഒരു സീനേ ഉള്ളൂ അങ്ങനെ ഒരു ഹഗ് ചെയ്യുന്ന. അങ്ങനെ അത് എല്ലാം അടിപൊളിയാണ്, റൊമാൻസ് മാത്രമല്ല. അത് ഭയങ്കര കണക്ഷൻ ആയിരുന്നു. ബസ്, അതിലും ബസ് ഇതിലും ബസ്. കാമുകനൊപ്പം ബസ്സിലിരിക്കുന്നു, ഭർത്താവിനൊപ്പം ബസ്സിലിരിക്കുന്നു. അത് അപ്പോ അതെ 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 അങ്ങനെ. അതെ, സെക്കൻഡ് വീക്കിലേക്ക് പടം എത്തി. പിന്നെ പടം ഞാനിപ്പോ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ ടീമിന്റെ കൂടെ തന്നെ ഇതായിരിക്കുന്നു. അപ്പോ അതല്ലേ, ആ ഷൈൻ്റെ ആക്ച്വലി നല്ല പെർഫോമൻസ് ആണ് അതിൽ. എനിക്കിഷ്ടമായി. എന്നോട് ഫസ്റ്റ് നമ്മൾ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ അന്ന് ഷൈൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം ഷൈൻ്റെ പേരാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും ദിവസം കണ്ടേന്ന് വേറൊരു ക്യാരക്ടറായിട്ട് അത് ഭംഗിയായി കണ്ടപ്പം നല്ല ഇഷ്ടമായി. പിന്നെ എല്ലാം പക്ഷെ നല്ല പക്ഷെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് വരേണ്ട അടുത്തൊക്കെ കറക്റ്റായിട്ട്. അത് പിന്നെ നല്ല ആക്ടറാണല്ലോ, അതുണ്ടാവുമല്ലോ. അതെല്ലേ. അപ്പോ അതെ, അതാണേ അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളത് ഓർക്കുന്നത്. പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ഷൈനെ ഓർക്കുന്നത് അതുകൊണ്ടാണ്. സാധാരണ കാണുന്നതിന്ന് വേറൊരു ഷൈനെ കാണാൻ പറ്റും ഇതിൽ. നല്ല പെർഫോമർ ആയതുകൊണ്ട് അത് ഭംഗിയായി ചെയ്തിട്ടുമുണ്ട്. അല്ലാതെ ചുമ്മാ അങ്ങ് വേറൊരു മീറ്റർ പിടിച്ച അത് മാത്രമല്ല, ആളത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സന്തോഷം. അപ്പം എന്തായാലും ഫാമിലി ഓഡിയൻസിന് ഒത്തിരി ഇഷ്ടപ്പെടും. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ പാലക്കാട് ചിറ്റൂരാണ്, ഒരു ഗ്രാമം സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ ഈ ജോണറിലുള്ള പടങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം കുടുംബമായിട്ട് വന്നിരുന്ന് കാണുന്നവർക്ക് ഇത് എന്തായാലും ഒത്തിരി ഇഷ്ടമാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ തപ്പുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പടത്തിന് ധൈര്യമായിട്ട് വന്ന് കയറാം. എല്ലാവരും വന്ന് കാണുക. കുറച്ച് നല്ല രീതിക്ക് സ്ട്രഗിളിലൂടെയാണ് നമ്മുടെ പടം പോയി ഇതുവരെ എത്തി നിൽക്കുന്നത്. അത് നല്ല പടം ആയതുകൊണ്ടാണ് ഇപ്പോഴും തിയേറ്ററിലുള്ളത്. സോ ഇപ്പോഴാണ് നമുക്ക് കുറച്ച് തിയേറ്റർ സാൻഡ്ര പറഞ്ഞ പോലെ എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവരും നല്ല പടം ആയതുകൊണ്ടല്ലേ വന്ന് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ നല്ല പടം അങ്ങോട്ട് കൊടുക്കുക. അപ്പം അത് നമുക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും സന്തോഷം, ഇങ്ങനെ ഒരു സെക്കൻഡ് വീക്ക് സെലിബ്രേഷനിൽ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അരുൺ നമ്മുടെ പവർ ബായ് ആണിത്. ഇവനാണ് ഏറ്റവും കൂടുതൽ ചിരി കിട്ടുന്നതെന്ന് തോന്നുന്നു, കയ്യടി കിട്ടുന്ന തിയേറ്ററിൽ. ഹലോ, ഇല്ല, താങ്ക് യു സോ മച്ച്. അല്ലല്ല, മലയാളം, കൊച്ചി, എടപ്പള്ളി. ഭയങ്കര സന്തോഷം എല്ലാവർക്കും. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അവരാണ് എനിക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ പോസ്റ്റേഴ്സിൻ്റെ ഒരു പരിപാടിയുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഫുള്ളൊരു ഭയങ്കര നല്ല ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഭയങ്കര സന്തോഷം. അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നത് അതിലേറെ ഭയങ്കര വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. പടം കാണാത്തവർ കണ്ടു നോക്കൂ. എൻജോയബിൾ ആയിട്ടുള്ളൊരു ഫൺ പരിപാടിയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. യെസ്,
അപ്പോൾ താങ്ക് യു. ഞാൻ മൈക്ക് കൈമാറുകയാണ്. എല്ലാവരും പോയി പടം കാണാം. കാണാത്തവരൊക്കെ നല്ലൊരു എന്റർടൈനർ ആണ്. സോ എല്ലാവരും കാണാം. ചേട്ടൻ പറഞ്ഞു എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുക. എനിക്കല്ലേ പറയാൻ പറ്റുള്ളൂ ഇത്. എല്ലാവരും അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് പടം കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. അല്ല, നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ് ഷോസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പം അത് കൂടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഫാമിലി ഓഡിയൻസിന് കൂടുതൽ തിയേറ്റേഴ്സിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോഴും അതെ. അപ്പോൾ അപ്പോൾ എല്ലാവരും പടം കണ്ട് വിജയിപ്പിച്ചു തരിക. താങ്ക് യു.